അപ്പോൾ നമ്മളെ അടുത്തൊരു ദുബായ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ കഴിഞ്ഞ ആഴ്ചയല്ല, അതിന് മുന്നത്തെ വീക്കിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ദുബായിൽ. പക്ഷേ അന്ന് നമുക്ക് ഞായറാഴ്ച രാവിലെ പോയി അന്ന് രാത്രി തന്നെ പോകുന്നത്. അപ്പോൾ ഒരു വ്ളോഗ് എടുക്കാനുള്ള സെറ്റപ്പിലൊന്നും അല്ലായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ശനിയാഴ്ച നൈറ്റ്, ഇപ്പോൾ സാറ്റർഡേ, ഇന്നിപ്പോൾ എത്ര സമയം 7 മണി ആവുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ ദുബായ് വരെ പോവാണ്, കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ കോമഡി എന്തെന്ന് വെച്ചാൽ, ഞാനിന്ന് പോകുന്നത് പറഞ്ഞിട്ട് രാവിലെ ഒരു റീലിട്ടായിരുന്നു. ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് റീലൊക്കെ ഇട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റീല് കണ്ടിട്ട് അതിൽ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഞാനിന്ന് ഇങ്ങനെ അബുദാബി ദുബായിൽ പോകുന്നുണ്ട്, പോയിരുന്നു ചോദിച്ചു. വൈ നോട്ട്, ഞാനുണ്ട് പറഞ്ഞു. അങ്ങനെ പോകാൻ വേണ്ടി ഇവിടെ LLH ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇനി അവർ വന്ന് അവരെ കൂടെ പോകും. ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരട്ടെ എന്താ അവസ്ഥ. Siguro kung mahilig din ako sa jewelries, nag-go daw. Pero hindi kasi ako mahilig eh. Ako din. Siguro okay na ako magkaroon ng sing-sing. Tapos rin Ako ano lang yung gano'n lang. Yung manipis and ganyan. അങ്ങനെ നീണ്ട ഒരു 1.5 മണിക്കൂർ ട്രാവലിന് ശേഷം നമ്മളിവിടെ ഇന്റർനാഷണൽ സിറ്റിയിൽ വന്ന് ഇറങ്ങിയിട്ടാ. അവർ ഇനി ഇവിടുന്ന് പിന്നെ ഇവിടെ എക്സിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എക്സിറ്റ് ഒന്നും ഇല്ല, ഇവിടുന്ന് എക്സിറ്റ് കിട്ടൂല. അപ്പം ഞാനങ്ങനെ ഇവിടെ ഇന്റർനാഷണൽ സിറ്റിയിൽ ഇറങ്ങി. ബസ്സിനായിരുന്നെങ്കിൽ 2-2.5 മണി 3 മണിക്കൂറോളം പോസ്റ്റ് ആയിരുന്നു ഞാൻ. അതായതുകൊണ്ട് ആ പരിപാടിയൊക്കെ എളുപ്പമായി. ഏതായാലും ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ മെട്രോ പിടിച്ച് നേരെ നമ്മൾ ബർദുബായിൽ പോകുന്നു. ബർദുബായിൽ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ ആദ്യം കാണണം. അവനെ കണ്ടിട്ട് കുറേ ദിവസമായി, അവനെ കാണണം. അതാണ് ആദ്യത്തെ ലക്ഷ്യം, വേറൊരു ലക്ഷ്യമില്ല. അങ്ങനെ അവനാദ്യം കണ്ടിട്ട് പിന്നെയാണ് ബാക്കി പരിപാടികളൊക്കെ എടുക്കുന്നത്. ഞാൻ ഏതായാലും മെട്രോയിൽ കയറിയിട്ട് ആക്കം പോലൊക്കെ വരാം. എൻ്റെ അവസ്ഥ കൊണ്ട് കാർഡിലൊന്നും പൈസ ഇല്ല, കാരണം ബസ്സിന് എല്ലാം പോരാ. പെട്ടെന്നുണ്ടായ വരെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ബസ്സിനെല്ലാം വന്ന് റീചാർജൊക്കെ ചെയ്തിട്ട് വേണം. ഞാൻ ഏതായാലും മെട്രോ കണ്ടായിട്ട് എനിക്ക് ആദ്യം ഒന്ന് വാഷ്റൂം യൂസ് ചെയ്യണം, എന്നിട്ടേ ബാക്കി പരിപാടികളുള്ളൂ. പിന്നെ ഞാൻ അവരെ കാണിക്കാത്തതെന്ന് വെച്ചാൽ അവരെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, കുറച്ച് ലേഡീസ് ആയിരുന്നു. പിന്നെ അവർ ഒരു കോർപ്പറേറ്റ് ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, വണ്ടി കഴിഞ്ഞാൽ കണ്ടില്ലേ. അപ്പോൾ അവർക്ക് അങ്ങനെ ഫേസ് അങ്ങനെ എല്ലായിടത്തും കാണിക്കുന്നതിൽ കുറച്ച് ഇത് പറഞ്ഞു. അപ്പോൾ നമ്മളതും മാനിക്കണമല്ലോ, അതുകൊണ്ട് പിന്നെ അവരൊന്നും ഞാൻ കാണിക്കായിരുന്നു. പക്ഷെ ആള് ഭയങ്കര ചില്ലായിരുന്നു. നമുക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതാണെങ്കിൽ ഡയറക്റ്റും ആൾ നന്നായിട്ട് സംസാരിക്കുന്നത് അടിപൊളി. നമ്മുടെ സെയിം നാട്ടുകാർ തന്നെയാണ്, മലപ്പുറമുള്ളവർ തന്നെയാണ്, നിലമ്പൂരുള്ളവർ. അങ്ങനെ നിലമ്പൂരിൽ നിന്ന് കൊണ്ടോട്ടുള്ളവരാണ്. അങ്ങനെ ഞാനിപ്പോൾ വാഷ്റൂമാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. വാഷ്റൂം പോകണം ആദ്യം, അതാണ് എൻ്റെ ഫസ്റ്റ് ഇതുള്ളത്. ഏതായാലും നീ ഇവിടെ നിന്ന് നേരെ മെട്രോ കയറുക, അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് മെട്രോ കയറണം. നമ്മൾ ഇറങ്ങിയിട്ടാണ്, നമ്മൾ ഇവിടെ ഷർഫ് ബീച്ചിൽ വന്ന് ഇറങ്ങി. ഇനി നേരെ പോവാം, പരിൻ്റെ അടുത്ത് പോകും. വേറെ ഒരു പരിപാടിയില്ല, പരി ഷോപ്പിലാണ് ഓൻ ഇറങ്ങി. ഇന്ന് സാറ്റർഡേ നൈറ്റ് ആയതുകൊണ്ട് എന്താ പറയുക, അവൻ ഇറങ്ങാൻ ഒരുപാട് ലേറ്റ് ആവും. നാലും കുഴപ്പമില്ല, അവൻ എങ്ങനെയും പൊക്കാം. അവന് 11 മണിയാവും ഇറങ്ങാൻ. അവൻ്റെ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുക 11 മണിക്കാണ്. ഓനെ ഏതായാലും പൊക്കാം. ആളിനെ കണ്ടിട്ട് കേട്ടാൽ ഇവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പരിനെ ഞങ്ങൾ പണിയിൽ നിന്ന് ഇറക്കിട്ടാ. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ചെക്കൻ വന്നു. എന്നും KFCയിൽ വരുമ്പോൾ ഓൻ്റെ വകയാണ് എനിക്ക് ഫുഡ്. ഇന്ന് നേരെ തിരിച്ചാ. പരിയ ഇന്ന് ആരോഗ്യ ഫുഡ് ഇന്ന്? അതെ, ഇന്ന് നമ്മൾ കായണ്ട വരികയായിരുന്നു. ഇച്ചാണ് ഇഷ്ടമുള്ള ഓർഡർ ചെയ്താണ് പറഞ്ഞത്, അത്രേ ഉള്ളൂ. എന്തൊക്കെയാണ് ഓർഡർ ചെയ്യണ്ടേ, നമുക്ക് വന്നിട്ട് കാണട്ടാ എന്താ സാധനം എന്ന്, അതെന്താ ഓർഡർ ചെയ്തെന്നാവും. പരിയ എൻ്റെ കുറേ കാലത്ത് ആഗ്രഹം. നമ്മളിവിടെ 3 തവണ വന്നത്. 3 തവണ ആരെ ബില്ല് കൊടുക്കുന്നത്? 3 തവണ ഇത് തന്നെ കിട്ടുന്നത് ആയിരിക്കാം. അപ്പോൾ എനിക്കൊരു ഇതിന് പണി കിട്ടിയിട്ട് ഇവിടെ കായണ്ട് കയറിയണമെന്ന്, പേഴ്സണൽ കായണ്ട് കയറിയണമെന്നുണ്ടായിരുന്നു. നമ്മൾ പണി കിട്ടി ഒരു മാസം കഴിഞ്ഞോട് വന്നു. അങ്ങനെ എറിഞ്ഞ് പണി കിട്ടി ചിലവ് ഗൈസ്. വേറെ ആരും കാണണ്ട, ഇനിയിപ്പോൾ എല്ലാവർക്കും ആളെല്ലാം കൊടുക്കേണ്ടി വരും. ഇർഫാൻ വരാണ്ട് ഒരു വലിയ ബാക്കിലൊക്കെ ഉണ്ട്. സോറി, പൈസ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്ത മാസം വരും. ബാക്കിയുള്ളവരൊക്കെ 38 ദിവസം പൈസ ഉണ്ട്, അത് വേറെ കാര്യം. ഞങ്ങളെ സാധനം അവകാശപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ചിലവൊന്നും നമുക്ക് വേണ്ടിയല്ലോ. സാധനം വന്നിട്ടാ ഇവിടാണ് നമ്മൾ പണ്ട് പറഞ്ഞ നേപ്പാളി, ഫ്രം നേപ്പാൾ. നമ്മളെ കമ്പനി കേട്ടോ.
മന്ദം സീറ്റ് തപ്പിക്കൊണ്ട് ഞങ്ങൾ പോവുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് സീറ്റും കിട്ടി. ഇനി ഞങ്ങൾ ഇരുന്ന് കഴിക്കട്ടെ. നമ്മളെപ്പോൾ വന്നാലും ഓർഡർ ചെയ്യുന്ന ഐറ്റമാണിത്, മൈ ബക്കറ്റ്. തുടങ്ങിയല്ലടാ. ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടാ. എന്തുണ്ടായെന്ന് വെച്ചാൽ ഫുഡ് നമ്മൾ KFC പോയി ബില്ലൊക്കെ ഞാൻ തന്നെ കൊടുത്തു. ദെൻ പിന്നെ ഞങ്ങൾ കുറേ സംസാരിച്ചിരുന്നു. ആ പരിനെ ഞാൻ അബുദാബിയിലിട്ട് പോയതിനു ശേഷം പിന്നെ കണ്ടിട്ടേ ഇല്ലായിരുന്നു. ഇവിടെ ഒരു തവണ ദുബായിൽ വന്നിരുന്നു, പക്ഷേ കോനെ കാണാൻ ഗ്യാപ്പ് കിട്ടിയിട്ടില്ലായിരുന്നു. ഇർഫാനും മുനോടത്തും പോയിന്ന്, പക്ഷേ പരിനെ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വർത്താനം, പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഓനെ പറഞ്ഞയച്ച് ഓൻ്റെ ടാക്സി കയറ്റി ഞാൻ അപ്പോൾ അത് കറാമയ്ക്ക് പോയിക്കൊണ്ടിരിക്കും. മുനോറിൻ്റെ റൂമിൽ പോയിക്കൊണ്ടിരിക്കുക. ഏതൊരു 12:30 മണിയുണ്ടാവും. അത് കിട്ടിയൊരു ക്രിസ്റ്റ ഇനോവ. ഇവിടെ ടാക്സി എത്ര ആവുമെന്ന് അറിയില്ല, അല്ലാതെ പോലെ നേരെ കറാമയ്ക്ക്. ടാക്സിക്ക് ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് വിടുന്നു. ടാക്സിയൊക്കെ വിളിച്ച് പോകണം. അതിന് മെട്രോ ഇല്ല, മെട്രോ സമയം കഴിഞ്ഞില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കണ്ടാ, അതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ കറാമയിൽ തിരിഞ്ഞ് ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാവേ. പോണ് വണ്ടി പോയി. അതേടെ ഉൾക്കാടുമ്പോൾ വന്ന് ഞാൻ പൈസ കൊടുത്ത് ഇറങ്ങിയത്. ഇത് പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഏതായാലും ഇതെനിക്കറിയില്ലായിരുന്നു. നമ്മളോട് ഭാര്യ പറഞ്ഞു ഉൾക്കാടിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ടാക്സിക്ക് അങ്ങനെ പോകാമെന്ന്. ഏതായാലും അവൻ്റെ റൂമിൽ പോട്ടെ, ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നെ വയ്യെ കാണിച്ചു തരാം. ഏതായാലും ഇപ്പോൾ തന്നെ കിടന്ന് ഉറങ്ങുന്നില്ല, കാണിച്ചു തരാം. എൻ്റെ റൂമിൽ എത്തിയതാ. നമ്മളെന്ത് ചെയ്താറ് എവിടെക്കിടാ? നമ്മൾ ബനാവൽക്കല്ലേ? ബനാവൽക്കാന്ന് അവൽമീൻ കുടിക്കാൻ സമയം ഒരു ഏകദേശം ഒരു എത്ര മണി? 1:30 2 മണിയായില്ലേ? 1:30 2 മണിയായി. ബനാവലിൽ വന്നു അവൽമീൻ കുടിക്കാൻ. ചെക്കന്മാരോട് ഇരിക്കണം, ഞാൻ കാണിച്ചു തരാം. റൂമിൽ വന്ന് ടാക്സിയിൽ നിന്ന് ഇറങ്ങി നേരെ റൂമിൽ വന്ന് കുറച്ച് വെച്ചെല്ലാം കുടിച്ച് നേരായിട്ട് പോകാൻ വേണം. ഇനിയിപ്പോൾ എന്താ പരിപാടി? ഇവിടെ ഇതൊക്കെ കുടിച്ച് റാത്തായിട്ട് റൂമിൽ പോകണം. പിന്നെ പറയാം, എന്താ പറയാനുള്ളത്? ഞാൻ വന്നിട്ട് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കണ്ടില്ലേ, നമ്മളൊക്കെ ഇങ്ങോട്ട് വന്നാ പ്രശ്നമാണ് അവസ്ഥ. അതെ, ഏതായാലും എന്താ പറയാ, ഇന്നത്തെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു. ബാക്കി നാളത്തെ പരിപാടികൾ ഉണ്ടാവില്ല എന്നറിയില്ല, കാരണം ഇതിന്റെ ലെങ്ത് എത്രയാ നിൽക്ക് നോക്കാം. നമ്മളിപ്പോൾ വന്ന് സാധനം തിന്നിട്ട് പോകാൻ നോക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കുടിച്ചിട്ട് ഞാൻ വീഡിയോൻ്റെ ലെങ്ത് ഒക്കെ നോക്കിയിട്ട് ബാക്കി ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നേരം വെളുത്തിട്ട് നേരെ 8 മണിയായി നീച്ചപ്പോൾ. 8 മണി നേരൊക്കെ നീച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് ഇപ്പോൾ ഇറങ്ങി ഞാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ വിനോറിൻ്റെ റൂം കറാമയിൽ ഇന്നലെ രാത്രി ഞങ്ങൾ തിരിച്ചെത്തുന്നപ്പോൾ വെച്ചാൽ അറൗണ്ട് ഒരു 2:30 മണിയെങ്ങാനായി. പിന്നെ കിടന്നപ്പോൾ 3:30 മണി 4 മണിയൊക്കെ ഉണ്ടായി. രാവിലെ നീക്കാനേ വയ്ക്കില്ല. പിന്നെ ചെറിയൊരു പരിപാടി ഉണ്ട്, നമുക്കൊരാളെ മീറ്റ് ചെയ്യാണ്ടായി. നമ്മൾ ത്രൂ പറഞ്ഞാൽ അങ്ങനെ വന്നതല്ല, എന്താ പറയുക, നമ്മൾ കാരണക്കാരായിട്ട് ഒരാൾ ഇവിടെ വിസിറ്റ് എടുത്ത് ഇവിടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്, ജോലി അന്വേഷിച്ച് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആള് വന്നിട്ടുണ്ട്. നാളെ ഒന്ന് പോയി മീറ്റ് ചെയ്യണം. പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചത്. അപ്പോൾ സമയം ഏകദേശം ഒരു 8:20 കഴിഞ്ഞു, 8:30 നേരെ മെട്രോ പിടിച്ചിട്ട് എനിക്ക് ഇവിടുന്ന് എയർപോർട്ട് ഫ്രീ സോണിലോട്ട് പോകാനുള്ളത്. അവിടെയാണ് ആളുകൾ. അപ്പോൾ ആളെ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് ചെക്കന്മാരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം ഉച്ചയാകുമ്പോഴത്തേന്. ദെൻ ഫുഡൊക്കെ അടിച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേന് അവരെ പറഞ്ഞയച്ചിട്ട് എനിക്കൊരു നൈറ്റോടെ തിരിച്ച് പോകണം, അബുദാബിക്ക് പോകണം. അതൊക്കെയാണ് ഇന്നത്തെ പ്ലാനുകൾ. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം. എനിക്ക് ഈ ADCBയിൽ വരാനുള്ള ഏക മടി, കാരണം വലിയ ചെക്കന്മാരുടെ ADCBയിലൊക്കെ വരാനുള്ള ഏക മടി എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ഇത് ഇവിടെ നിന്ന് ഇപ്പോൾ എനിക്ക് അങ്ങോട്ട് ഗ്രീൻ ലൈറ്റ് പോകണമെന്നുണ്ടെങ്കിൽ റെഡ് ലൈറ്റ് ആണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഇത് ഈ സെയിം ലൈനാണ്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് യൂണിയനിൽ ഇറങ്ങണം. അതായത് ADCB കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേഷൻ യൂണിയനിൽ ഇറങ്ങണം. ഇറങ്ങിയിട്ട് പിന്നെ ലൈൻ മാറും. അത് മാറി കയറില്ല എനിക്ക് ഉദ്ദേശിച്ചിട്ടില്ല. പണ്ട് കാര്യം നമുക്കവിടെ എത്തണം, അതുകൊണ്ട് നമ്മൾ മാറി കയറി പറ്റൂ. കാരണം 2 ലൈനാണ്, റെഡും ഗ്രീനും. അപ്പോൾ ADCBയിൽ നമ്മളിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് റെഡ് ലൈനിൽ നമ്മൾ എങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഗുരുജാലി, ഇപ്പോൾ മാളസം, രക്ഷ, ഇക്വിറ്റി, മസ്ജിദ്, ആ ഭാഗങ്ങളൊക്കെ ഈ സെയിം ലൈൻ. അല്ലാതെ നമ്മൾ ഗ്രീൻ ലൈനിലിട്ട് ഈ എയർപോർട്ട് ഫ്രീ സോണും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലോട്ടൊക്കെ പോകണമെങ്കിൽ ഇതേപോലെ ചടങ്ങാണ്. മീൻസ് ഒന്ന് യൂണിയനിൽ ഇറങ്ങിയിട്ട് പ്ലെയിന് മാറും. അത് നമുക്ക് ലൈക്കല്ലാത്ത പരിപാടിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ മഹാ വ്യക്തി. നമ്മൾ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടിട്ട് അതിൽ നിന്ന് കണ്ട് വീഡിയോ കണ്ട്
ഭയങ്കര മോട്ടിവേഷനൊക്കെ കിട്ടി പോകുന്നതാണ്. ആള് വരാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ വീഡിയോസൊക്കെ. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, നമ്മളെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ട് എറിഞ്ഞോട് കൊടുത്തു. അതിലാണ് പോകുന്നത്, അതിലാണ് കയറി പോകുന്നത്. ഞങ്ങളിപ്പോൾ ഇതാ ഫ്രണ്ടായിട്ട് വെറുതെ പുറത്തിറങ്ങി. ചെങ്ങൈമാരുടെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. കണ്ടോ, ഫുഡ് കഴിക്കാൻ വേണ്ടി സംസമിൽ വന്നേക്കാം. ഫുഡ് കഴിക്കുക, ദെൻ വരെ കൊണ്ടുപോയി ഡ്രോപ്പ് ആക്കണം. പിന്നെ ഞാൻ തിരിച്ച് നേരെ അബുദാബിക്ക്. അതാണ് ഇന്നത്തെ പരിപാടി. പിന്നെ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് വ്ളോഗായിട്ട് കാണിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുഖം കണ്ട് ഏകദേശം മനസ്സിലാവും. പെരും ചൂട, ഫോണ് പോയിട്ട് ഒന്നും എടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയല്ല. അതാണ് മെയിൻ റീസൺ. അപ്പോൾ ഫുഡ് കഴിക്കുക, പിന്നെ പ്രത്യേകിച്ച് ഒന്നും കാണിക്കൊന്നും ഉണ്ടാവില്ല. ഞാൻ നേരെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ അടുത്ത വണ്ടിക്ക് അബുദാബിക്ക് വിടും. വേറെ ഓപ്ഷൻ ഇല്ല. വരിക, നമുക്ക് പോകാനുള്ള സമയമായിട്ടാ. തിരിച്ച് അബുദാബിക്ക് പോകാനുള്ള സമയമായി. ടാക്സിക്ക് വെയിറ്റ് ചെയ്യാണ്. ഇവിടുന്ന് വൈകിട്ട് നടക്കാനുള്ള ദൂരമുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഈ ചൂടില് നടക്കൽ പോസിബിൾ അല്ല. ഉഷ്ണേന്ദ്രൻ എന്ന് പറഞ്ഞ മാതിരി ടാക്സി തപ്പിക്കൊണ്ട് നിൽക്കും. ഇനി ടാക്സി വന്നാൽ നേരെ പിടിക്കുക, നേരെ കുബൈബ്, ദെൻ ബസ് നേരെ അബുദാബി. ഒന്നും പറയില്ല, അതാണ് അവസ്ഥ. പരിക്ക് എന്തെങ്കിലും പറയണ്ട? പെരുന്നാക്ക് വരണ്ട്. പെരുന്നാക്ക് ഉണ്ടാവുള്ളൂ. എന്തരാ 1.5 വരെ നമുക്കിവിടെ പോസിബിൾ ആവില്ല. ശരി എന്നാ, ഏതായാലും അടുത്തൊരു പുതിയൊരു എന്തെങ്കിലും പരിപാടി നമ്മൾ ഓണാക്കിയിട്ട് അടുത്ത വീഡിയോ ചെയ്യാൻ. ഓക്കെ, ബൈ.